മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പണപ്പെരുപ്പ നിരക്കിലും വിലക്കയറ്റത്തിലും കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. വലിയ വിലക്കയറ്റമാണ്. ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം എന്നത് നമ്മൾ വളരെ ഞെട്ടലോടെ കൂടി കാണേണ്ട ഒരവസ്ഥയാണ്. സകല സാധനങ്ങൾക്കും, സകല നിത്യോപയോഗ സാധനങ്ങൾക്കും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും കേരളത്തിൽ വലിയ വില വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അനുദിനമെന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം പ്രവാസികളുള്ള കേരളത്തിൽ അവരെല്ലാം വലിയ തോതിൽ ഈ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടുകൂടി വലിയ തോതിൽ പണം വാരുന്നുണ്ട്. വിദേശത്തു നിന്നൊക്കെ പണം അയക്കുന്ന ആളുകളുടെ തിരക്കാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കൊക്കെ ആളുകൾ കൂട്ടത്തോടെ കയറിപ്പോയി നാട്ടിൽ നിൽക്കാൻ കഴിയാതെ, നാട്ടിലൊരു ജോലി ചെയ്താൽ ഒന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥ വന്നതോടെ, നാട്ടിലെ ശമ്പളത്തിൽ യാതൊരു വർധനവും ഉണ്ടാവില്ല എന്ന അവസ്ഥ വന്നതോടെ എങ്ങനെയെങ്കിലും ഗൾഫിൽ കയറി പോകുക. അതൊരു വിസിറ്റിംഗ് വിസയിലാണെങ്കിലും മതി, ഒന്ന് കയറിപ്പോയി അവിടെ പോയി എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചാൽ നാട്ടിലേക്ക് ഒരു 10 പൈസ കൂടുതൽ അയക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന മലയാളികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ധാരാളം മലയാളികളാണ് ഗൾഫ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവാസികളായി ജോലി ചെയ്യാൻ പോകുന്നത്. ഇന്നലെ തന്നെ UAE ദിർഹത്തിൻ്റെ വില 24 രൂപയ്ക്ക് മുകളിൽ പിന്നിട്ടു. പല വിദേശ കറൻസികളുടെയും വില വലിയ തോതിലാണ് കുതിക്കുന്നത്. നാട്ടിലേക്ക് പണമയച്ച് വലിയ തുക ബാങ്കിൽ നിക്ഷേപിക്കുന്ന പ്രവാസികളുടെ എണ്ണം അനുദിനമെന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, നാട്ടിൽ നിന്നാൽ യാതൊന്നും സമ്പാദിക്കാൻ പോലും കഴിയില്ല. ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്താൽ മിച്ചം വയ്ക്കാൻ ഒന്നും കിട്ടില്ല എന്ന അവസ്ഥയാണ് പല മലയാളികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നാട് വിട്ടുപോകുക എന്ന ചിന്തയിലെത്തി നിൽക്കുന്നത്. രൂപയുടെ മൂല്യം അനുദിനമെന്നോണം ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പല കറൻസികളുമായി, പല വിദേശ കറൻസികളുമായി, ഇപ്പം ഡോളറായിട്ടും ഒന്നും പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ നമ്മുടെ കറൻസി ആകപ്പാടെ തകിടം പറഞ്ഞ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രൂപയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രൂപയുടെ മൂല്യം ഇടിയുന്നത് അവർക്ക് വലിയൊരു നിക്ഷേപം, ബാങ്കിൽ വലിയൊരു നിക്ഷേപം ഉണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നാട് വിടുക എന്ന ആഗ്രഹം പലരിലും കൂടുതലായി കണ്ടുവരുന്നു. നാട് വിട്ടു പോയി കഴിഞ്ഞാൽ നാട്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം, വലിയൊരു ബാങ്ക് നിക്ഷേപം ഉണ്ടാക്കാം, അവർ സ്വപ്നം കാണുന്നൊരു ജീവിതത്തിലെത്താൻ സാധിക്കും. എങ്ങനെയുള്ള പല ചിന്തകൾ പല ആളുകളെ സംബന്ധിച്ച് കേരളം എങ്ങനെ വിട്ടുപോകാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകാം എന്ന ചിന്തയിലാണ് എത്തി നിൽക്കുന്നത്. എന്തായാലും രൂപ ഇങ്ങനെ തകർന്ന് പോകുന്നത് ഒട്ടേറെ പേര്, നാട്ടിൽ ജീവിക്കുന്ന ഒട്ടേറെ പേർക്ക് വലിയ വിലക്കയറ്റത്തിനും രൂക്ഷമായ സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.